ഉരുൾപൊട്ടൽ കവർന്നെടുത്ത സ്വപ്നങ്ങൾക്ക് മുകളിൽ സ്നേഹത്തിന്റെ കല്ലുകൾ പാകി കേരളം തീർത്ത സ്നേഹവീടുകൾ ഇന്ന് ഉടമസ്ഥർക്ക് കൈമാറി. മുറിവേറ്റ ദുരന്ത ബാധിതരുടെ നെഞ്ചിലെ വിങ്ങലുകൾക്ക് ആശ്വാസമായി 178 കുടുംബങ്ങൾക്കാണ് ഇന്ന് പുത്തൻ ജീവിതത്തിന്റെ താക്കോൽ ലഭിച്ചത്. ചടങ്ങിലെ ഏറ്റവും മനോഹരമായ കാഴ്ച മുഖ്യമന്ത്രിയുടെ മടിയിലിരുന്ന് നിഷ്കളങ്കമായി ചിരിക്കുന്ന നൈസമോളായിരുന്നു. ആ കുഞ്ഞു ചിരി തോൽപ്പിച്ചു കളഞ്ഞത് പ്രകൃതിയുടെ മഹാദുരന്തത്തെയും അതിനു പിന്നാലെ വന്ന എല്ലാ വേദനകളെയുമാണ്. വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയപ്പോൾ വാക്കുകൾ കിട്ടാതെ മുഖ്യമന്ത്രിയെ നോക്കി വിതുമ്പിയവരും മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞവരും ചടങ്ങിനെ വികാരനിർഭരമാക്കി. ആ കണ്ണീർ സങ്കടത്തിൻ്റെതല്ലായിരുന്നു, തങ്ങളെ ചേർത്തുപിടിച്ച ഒരു നാടിനോടുള്ള നന്ദിയുടേതായിരുന്നു. നഷ്ടപ്പെട്ട വീടുകൾക്ക് പകരമാവില്ല ഇതൊന്നും. പക്ഷേ ആ കണ്ണുകളിൽ ഇന്ന് കാണുന്നത് വെറും സന്തോഷമല്ല, മറിച്ച് വീണ്ടും ജീവിക്കാനുള്ള കരുത്തും ധൈര്യവുമാണ്. ഇനി മുണ്ടക്കയിൽ നിശബ്ദതയില്ല, പകരം കുഞ്ഞുങ്ങളുടെ കളിചിരികളും ഓരോ വീടിന്റെയും ഉമ്മറത്ത് തെളിയുന്ന പ്രത്യാശയുടെ വിളക്കുകളുമാകുമുണ്ടാവുക. അതെ, ഇതാണ് നമ്മുടെ ദ റിയൽ കേരള സ്റ്റോറി.